നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവം വളരെ നടക്കുന്നതായിരുന്നു. ഈ സംഭവത്തിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിന് നേരെ നടപടിയുണ്ടായി. ഗുരുതര വീഴ്ച ഡോക്ടറിന് സംഭവിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സിസേറിയൻ ചെയ്യുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ടായി എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. മാത്രമല്ല, കുട്ടിക്ക് വളർച്ച കുറവായിരുന്നു എന്നതടക്കമുള്ള നിർണായകമായ വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘമാണ് അന്വേഷണം നടത്തിയത്. കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുക എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. വിതുര ആനപ്പാറ മണലി റോഡരികത്ത് വീട്ടിൽ NK രഞ്ജന കൃഷ്ണന്റെയും ബിനിൽ മനോഹറിന്റെയും പെൺകുഞ്ഞായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ചത്. കുഞ്ഞിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ നടപടി തുടങ്ങിയിരുന്നു. അതിനിടെയാണ് പ്രതിഷേധം വലിയ രീതിയിൽ ആളിക്കത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത ശേഷം തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി എന്ന ആവശ്യവുമായി രക്ഷിതാക്കൾ രംഗത്ത് വന്നു. ഇതോടെ ആശുപത്രി വലിയ രീതിയിലുള്ള ആശുപത്രിയിലെ ജീവനക്കാർ വലിയ രീതിയിലുള്ള അങ്കലാപ്പിലായി. തുടർന്ന് മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. രക്ഷിതാക്കളുടെ സമ്മർദ്ദം, സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം, എല്ലാത്തിനും ഒടുവിൽ ഡോക്ടറെ സ്ഥലം മാറ്റുക എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. എന്നിട്ടും പ്രതിഷേധക്കാർ അടങ്ങിയില്ല. ഡോക്ടർ ബിന്ദുവിന് 2 തവണ 5000 രൂപ വീതം നൽകിയെന്ന് ശിശുവിന്റെ പിതാവ് ബിനിൽ മനോഹർ ആരോപണവുമായി രംഗത്ത് വന്നതോടെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവെത്തിയതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു സർക്കാർ ആശുപത്രിയാണ്, അവിടെ ഡോക്ടർ അവരുടെ ജോലി ചെയ്യാൻ വരുന്നു. എന്തിനാണ് ഡോക്ടറിന് 5000 രൂപ നൽകേണ്ടുന്ന സാഹചര്യം? അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്തിനാണ്? 2 തവണ 5000 രൂപ നൽകി എന്ന ആരോപണം വെറും ഒരു ആരോപണമല്ല എന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ അത്തരത്തിൽ എന്തിന് രൂപ നൽകേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി? ഈ ഡോക്ടർ മുൻപും കുഴപ്പക്കാരിയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ രംഗത്ത് ഉയരുകയുണ്ടായി. അതിനിടയിലാണ് മറ്റൊരു യുവതി കൂടി ഈ ഡോക്ടർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഗർഭസ്ഥ ശിശു മരിച്ചതിനെ തുടർന്ന് സസ്പെൻഷനായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ ക്രൂരതകൾ വെളിപ്പെടുത്തി മറ്റൊരു യുവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. ഡോക്ടർ ബിന്ദു സിസേറിയൻ നടത്തിയപ്പോൾ തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നെടുമങ്ങാട് സ്വദേശി ഹസ്ന ഫാത്തിമയുടെ വെളിപ്പെടുത്തൽ. 23-കാരിയാണ് വളരെ താൻ നേരിട്ട ക്രൂരതകൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. ജനനേന്ദ്രിയത്തിൽ മുറിവുണ്ടാക്കിയപ്പോൾ മലാശയം കൂടി മുറിയുന്ന സാഹചര്യമുണ്ടായി. പ്രസവം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വേദന മാറിയില്ല. അപ്പോൾ ആശുപത്രിയിലേക്ക് എത്തി. വേദന കൊണ്ട് കരഞ്ഞപ്പോൾ ഡോക്ടർ ബിന്ദു ഈ പെൺകുട്ടിയെ അഹങ്കാരി എന്ന് വിളിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 2000 രൂപ കൈക്കൂലി കൊടുത്തപ്പോഴാണ് മുറിവിൽ മരുന്ന് വെച്ചതെന്നും ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്ത് ഗുരുതരമായ അവസ്ഥയാണ്! മരുന്ന് വയ്ക്കാൻ കൈക്കൂലി വാങ്ങുന്ന ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നത്. അതും സർക്കാർ ഡോക്ടർമാർ, സർക്കാർ ശമ്പളം കൊടുത്തിരുത്തുന്ന ഡോക്ടർമാർ ഇത്തരത്തിൽ ചെയ്യുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന വാർത്തയായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ഡോക്ടർ ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നു എന്നത്, ഈ കൈക്കൂലി വാങ്ങുക അല്ലെങ്കിൽ ഇത്തരത്തിൽ പൈസ വാങ്ങിക്കൊണ്ടിരുന്നു, അത് കൊടുക്കാൻ തയ്യാറായി എന്ന് തന്നെ ഒന്നാമത്തെ കുറ്റമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരുന്നു. നമുക്കറിയാം, സർക്കാർ ആശുപത്രികളൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. അതിനിടയിൽ അവർക്ക് പൈസ കൊടുത്ത് ചികിത്സ നടത്തേണ്ട ആവശ്യം എന്താണ്? ചോദ്യം ശക്തമാവുകയാണ്. എന്തായാലും 2000 രൂപ കൈക്കൂലി കൊടുത്തപ്പോഴാണ് മുറിവിൽ ഈ ഡോക്ടർ മരുന്ന് വെച്ചതെന്നാണ് ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും ആ സത്യാവസ്ഥയൊക്കെ ഈ യുവതിയുടെ വെളിപ്പെടുത്തലുമൊക്കെ നമ്മൾ ഒരു വശം മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്തായാലും അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ എന്തായാലും നിലവിൽ വന്നിട്ടുണ്ട്. മലാശയം മുറിഞ്ഞതിനെ തുടർന്ന് 5 ശസ്ത്രക്രിയയാണ് നടത്തിയതെന്നും 2025 ജൂൺ 19-നായിരുന്നു പ്രസവം. മലാശയം 2.7 സെന്റിമീറ്റർ മുറിഞ്ഞു. യാത്ര ചെയ്തതിനാലാണ് മുറിവുണ്ടായത് എന്നായിരുന്നു ഡോക്ടർ ബിന്ദു അന്ന് തന്നോട് പറഞ്ഞത്. ഒടുവിൽ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞുവിട്ടു. അവിടെ മാത്രം ചെലവായത് 6 ലക്ഷം രൂപയാണ്. ചികിത്സയ്ക്കായി ഭർത്താവിന്റെ ഓട്ടോ വിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ലോൺ എടുക്കുകയുണ്ടായി. ശരീരത്തിന് പുറത്ത് പിടിപ്പിച്ച ബാഗിലൂടെയാണ് ഇപ്പോൾ മലവിസർജനം നടത്തുന്നത്. മകനെ ഒന്ന് എടുക്കാൻ പോലും തനിക്ക് സാധിക്കുന്നില്ല. മകന്റെ നൂലുകെട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഹസ്നയുടെ പരാതിയിൽ ആരോഗ്യ വകുപ്പ് നടപടിയെടുത്തില്ല. അതിനിടെയാണ് പ്രസവത്തിനിടെ വിതുര സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞു മരിച്ച കേസിൽ ഡോക്ടർ ബിന്ദു സസ്പെൻഷനിലായത്. ഈ ഡോക്ടർക്കെതിരെ സ്ഥിരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങൾ. ഇപ്പൊ ഈ അവസ്ഥ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രസവത്തിന് ആശുപത്രിയിൽ ചെന്നതാണ്, അപ്പോൾ മലാശയം മുറിയുന്നു, അത് ഇന്ന കാരണത്താലാണെന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വിടുന്നു. ശസ്ത്രക്രിയ, സാധാരണക്കാരായ ആൾക്കാർ
ആൾക്കാരാണ് 6 ലക്ഷം ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യം, കഠിന വേദനയിലൂടെ കടന്നുപോയ ദിനങ്ങൾ, എന്ത് ക്രൂരമായ സംഭവങ്ങളാണ് ഇപ്പോൾ ഒരു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഭയാനകം. ശസ്ത്രക്രിയയ്ക്ക് വിധേയമായതോടെ ജനനേന്ദ്രിയത്തിലൂടെ ശരീര വിസർജ്യം പുറത്തേക്ക് പോകാൻ തുടങ്ങി. അത്തരത്തിലുള്ള ഗുരുതരാവസ്ഥയിലേക്ക് താൻ എത്തി എന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിന് പരിഹാരമായി സ്റ്റോമ ബാഗ് വയറിന് പുറത്ത് ഘടിപ്പിച്ച് വിസർജ്യ വസ്തുക്കൾ പുറത്തെടുക്കാമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. ജൂലൈ 30-ന് സ്റ്റോമ ബാഗ് ശരീരത്തിൽ ഘടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും ജനനേന്ദ്രിയത്തിൽ കൂടി വിസർജ്യം പുറത്തു വരുന്നത് അതിന് തടസ്സമുണ്ടായില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ താൻ എത്തുകയും ചെയ്തു. സിസേറിയൻ കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് തുന്നലിട്ട ഭാഗത്തു കൂടിയാണ് വിസർജ്യം പോകുന്നതെന്ന് മനസ്സിലായത്. മുറിവുണങ്ങുമ്പോൾ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷെ മുറിവുണങ്ങിയില്ല. 10ാം നാൾ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ സ്ഥിതി തുടർന്നു. ഒപ്പം കടുത്ത വേദനയും തനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഈ 23-കാരി വെളിപ്പെടുത്തുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ താൻ വീണ്ടും കണ്ടു. പക്ഷെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും യാതൊരു രീതിയിലുള്ള മാറ്റവും ഉണ്ടായില്ല. ജൂലൈ 14-ന് ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ച് യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. തുടർന്നാണ് സ്റ്റോമ ബാഗ് ഘടിപ്പിച്ചത്. സിസേറിയൻ സമയത്ത് ജനനേന്ദ്രിയത്തിന്റെ ഭാഗത്തുണ്ടാക്കിയ മുറിവ് ഭേദമായാൽ അതുവഴി വിസർജ്യം പുറത്തു വരുന്നത് നിലയ്ക്കും. എന്നിട്ട് ബാഗ് മാറ്റുമ്പോൾ വിസർജ്യം സാധാരണ രീതിയിൽ പുറത്തു പോകേണ്ടതാണ്. അതിനായി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ഒക്ടോബർ 22-ന് യുവതിക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതും ഫലം കണ്ടില്ല. തുടർന്ന് കുടലിന്റെ കൂടുതൽ ഭാഗം ശരീരത്തിന് പുറത്തു വയ്ക്കാനുള്ള ശസ്ത്രക്രിയ നവംബർ 5-ന് ചെയ്തു. 11-ന് വീട്ടിലെത്തി. വേദന കുറയുന്നില്ല. ഡിസംബർ 6-ന് വീണ്ടും അഡ്മിറ്റ്. 23 വരെ ആശുപത്രിയിൽ തുടർന്നു. യാതൊരു പരിഹാരവും ഉണ്ടായില്ല. കേൾക്കുമ്പോൾ തന്നെ ഭയാനകമായി തോന്നുന്ന കാര്യങ്ങളാണ്. ഒരു ഡോക്ടറുടെ അശ്രദ്ധയിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി ഒരാള് തീ തിന്ന് അല്ലെങ്കിൽ വേദന തിന്ന് ജീവിക്കേണ്ടി വരുന്നു എന്നത് വളരെ ഭയാനകമായ വെളിപ്പെടുത്തലായി തന്നെ മാറിയിരിക്കുകയാണ്. ഡോക്ടർമാർ തന്നോട് പറഞ്ഞിട്ടുള്ളത് ജനനേന്ദ്രിയ ഭാഗത്ത് വീണ്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നും അതിന് 3 മാസം കാത്തിരിക്കണമെന്നുമാണ്. അതുവരെ വേദന സഹിക്കണമെന്നും പറഞ്ഞാണ് തന്നെ ഡിസ്ചാർജ് ചെയ്തത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വയറിന്റെ ഇടതുഭാഗത്ത് കൂടി പഴുപ്പൊലിച്ചു തുടങ്ങി. അസഹ്യമായ വേദന കാരണം യുവതി കടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അവിടെ വീണ്ടും ശസ്ത്രക്രിയ ചെയ്ത് സ്റ്റോമ ബാഗിന്റെ സ്ഥാനം മാറ്റി ഇനിയും ചികിത്സ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ഈ യുവതിയുടെ കുടുംബം വളരെയധികം കഷ്ടപ്പെടുകയാണ്. എന്തായാലും വളരെ ഭയാനകമായ വെളിപ്പെടുത്തലുകൾ. നമുക്കൊരു അസുഖം വരുമ്പോൾ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളൊക്കെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ്. അവർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി പണം മുടക്കി ചികിത്സ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ സാധാരണക്കാരായ ആളുകളാണ് മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്നത്. അപ്പോൾ അവിടങ്ങളിൽ നിന്ന് നേരിടുന്ന ഭയാനകമായ അനുഭവങ്ങൾ, അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള ദുരവസ്ഥകൾ, എത്ര ഭയാനകമായ കാര്യങ്ങൾ, എത്ര വേദനാജനകമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെയധികം ഭയപ്പെടുത്തുന്നു. അവരനുഭവിച്ച വേദന പുറത്തു പറയാൻ കാണിക്കുന്ന ധൈര്യം, അത് തന്നെയാണ് വലുത്. അത് പുറത്തു പറയുമ്പോൾ മാത്രമാണ് എന്ത് ദുരിത അവസ്ഥ, എന്തൊക്കെയാണ് ആൾക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു സത്യത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ പുതിയ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ഭയാനകമായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഇത്തരത്തിൽ ദുരിതങ്ങൾ നേരിടുന്ന ആരെങ്കിലും ഉണ്ടോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പ്രതികരിച്ച ഒരു പ്രതികരണം, ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ കേരളീയർ ഒന്നടങ്ങ് നടുങ്ങിയിരിക്കുകയാണ്. ഒരു യുവതിയുടെ വയറ്റില് അവരുടെ പിഴവ് കൊണ്ട് ഒരു കത്രിക കുടുങ്ങിയിരിക്കുകയാണ്. പക്ഷെ എത്ര നിസാരവൽക്കരിച്ചാണ് ആ ഡോക്ടർ ആ വിഷയത്തിൽ പ്രതികരിച്ചത്. കത്രിക വയറിനുള്ളിൽ 5 കൊല്ലം ഇരുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം. 50 വർഷം കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. ഇത് വയറ്റിൽ വെച്ചതുകൊണ്ട് ഒന്നും അറിയത്തില്ല. ഇത് 20 കൊല്ലം മുമ്പ് വെച്ചതാകാം, ഇപ്പോൾ വെച്ചതാണെന്നതിന് ഒരു തെളിവുമില്ല എന്നും ഡോക്ടർ ലളിതാംബിക പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഒന്നടങ്കം ഞെട്ടിപ്പോയി. ഒരു ഡോക്ടർ ഇത്ര ലാഘവത്തോടെയാണ് ഒരു സ്ത്രീ അവിടെ വേദന തിന്നുന്നു, ഒരു സ്ത്രീ അവിടെ 5 വർഷം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നു അവരുടെ പിഴവ് കൊണ്ട്, അതിനെ ഇത്ര നിസ്സാരവൽക്കരിച്ച ഒരു ഡോക്ടർക്ക് എങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം മലയാളികൾ ഒന്നടങ്കം ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. കെമിക്കൽ ടെസ്റ്റ് നടത്തി ഉപകരണത്തിന്റെ പഴക്കം കണ്ടുപിടിക്കേണ്ടി വരുമെന്നും ഇപ്പോഴുണ്ടായത് യൂറിനറി സ്റ്റോണിന്റെ സിംറ്റം ആണെന്നും ഈ ഉപകരണം 20 കൊല്ലം ഇരുന്നാലും അറിയണമെന്നില്ല, അല്ലെങ്കിൽ അത് കുടലിൽ തുളച്ചു കയറണം, അങ്ങനെയൊന്നും കയറിയിട്ടില്ല, വെർട്ടിക്കലായിട്ടിരിക്കുന്ന എക്സ്റേ ആണ് കണ്ടത്, താൻ ചെയ്ത ശസ്ത്രക്രിയ അല്ല എന്ന് ഉറപ്പാണെന്നും ഡോക്ടർ ലളിതാംബിക പറഞ്ഞിരുന്നു. എന്നാൽ ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ
ആശുപത്രി എന്ന് കേൾക്കുമ്പോൾ അത് നമുക്കൊരു ഭീതി ജനിക്കുന്ന സ്ഥലമല്ല ആയിട്ടല്ല മാറേണ്ടത്. അത് നമുക്കൊരു ആശ്വാസം നൽകുന്ന സ്ഥലമായി തന്നെ ഇരിക്കണം. അതിന് വേണ്ട നടപടികൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ചികിത്സ എല്ലാ പൗരൻ്റെ അവകാശം തന്നെയാണ്. അത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ സർക്കാർ ശമ്പളം വാങ്ങുന്നതിൻ്റെ കൂട്ടത്ത് രോഗികളിൽ നിന്നും കൂടി പിഴിഞ്ഞു വാങ്ങിച്ച് അത്തരത്തിൽ സേവനം ചെയ്യുന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ മുഖംമൂടി വലിച്ചു കയറി പുറത്തേക്ക് കൊണ്ടുവരികയും അവർക്കെതിരെ നടപടി എടുക്കുകയും വേണം. ഇത്തരത്തിലുള്ള വീഴ്ചകൾ, പിഴവുകളൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, അത്തരത്തിലുള്ള ദുരനുഭവങ്ങളൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഏവരും ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.